എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖവും സന്തോഷവും ആയിരിക്കണോ അല്ലേ? അപ്പോൾ ആരെയും എനിക്ക് പേഴ്സണലി അറിയത്തില്ല കേട്ടോ. ഒന്ന് യൂട്യൂബിലും നിങ്ങൾ കമൻസ് ഇടാറുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇടാറുണ്ട്. അങ്ങനെയുള്ള സ്ഥിരം ഇടണം കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ, അല്ലാണ്ട് പേഴ്സണലായിട്ട് എനിക്ക് ആരെയും അറിയത്തില്ല കേട്ടോ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ഒത്തിരി ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്, യൂട്യൂബിലും ഉണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട്. ഇത് മുതലാക്കണം, ഇതിനിടയ്ക്ക് ഇത് മുതലാക്കണം കുറേ പേരും ഉണ്ട് കേട്ടോ. അതും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഈ സ്നേഹത്തിനും കരുതലിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയോടുള്ള വലിയ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി താങ്ക്സ്. ഇന്നും പറമ്പിക്കൂടെ വാക്കത്തിയും കോടാലിയും തൂമ്പയൊക്കെ ആയിട്ട് നടക്കണ ആൾ ഒരു ചെടിയുടെ തണ്ടുമായിട്ട് ഈ ആലാത്ത് വീശിക്കൊണ്ട് വീടിനുള്ളിൽ കൂടെ നടക്കണേന്നാണ് നിങ്ങളെല്ലാവരും ചിന്തിച്ച് കാണുമെന്ന് എനിക്കറിയാം. ഈ പറമ്പിക്കൂടെയൊക്കെ സ്ഥിരം നടക്കുമ്പോൾ നമ്മുടെ മുടിയിലൊക്കെ ഒത്തിരി പൊടിയും ചെളിയൊക്കെ വരും കേട്ടോ. അതുപോലെ തന്നെ പറമ്പിക്കൂടെ മാത്രമല്ല, ഇപ്പം നമ്മൾ ഏത് റോട്ടിക്കൂടെ പോയാലും ഏത് സ്ഥലത്തെ കൂടെ നടന്നാലും പൊടിയുള്ളൂ അല്ലേ? നല്ല പൊടിയുള്ള സമയമല്ലേ, അതുകൊണ്ട് അപ്പം നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് കൊഴിയോ താരനും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. താരൻ വന്നാൽ മസ്റ്റായിട്ട് മുടി കൊഴിഞ്ഞ് തീരുമല്ലോ. മുടിയും കൊഴിയും, അതുപോലെ തന്നെ പിരികോ ഒക്കെ കൊഴിയും. അപ്പം ഇങ്ങനെ എല്ലാ പ്രോബ്ലംസും അനുഭവിക്കുന്നവർക്ക് വേണ്ടി മുടി തിക്കായി വളരാനും നല്ല കറുപ്പ് കിട്ടാനും മുടി നരയ്ക്കണവർക്കൊക്കെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇവിടെ എടുത്തേക്കണേ നമ്മുടെ കയ്യുണ്ണിയാണ്. കാണാത്തവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അധികാർക്കും അറിയത്തില്ലായിരിക്കും, എന്നാലും അപ്പം ഞാൻ ഇന്നെടുത്തേക്കണേ കയ്യുണ്ണിയമാട്ടോ. ഇത് ഞാൻ വീട്ടിൽ പോയിപ്പോൾ കൊണ്ടുവന്നാട്ടോ. വീട്ടിലില്ല, ആൻറ്റിയോട് പറഞ്ഞ ആൻറ്റിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇത് കണ്ടത്തിൻ്റെ സൈഡിൽ നല്ല നനവുള്ളിടത്ത് കാണുന്ന ഒരു ചെടിയാട്ടോ. തീരെ ചെറിയ ഇലയൊക്കെ ആയിട്ട് അത് ഇത്തിരി വലുതാകുമ്പോൾ നന്നായിട്ട് പൂക്കും. ആ പൂത്തിട്ട് കായ ഉണ്ടാവും. ആ കായ അങ്ങ് ചാടിയെ ഫുള്ളങ്ങ് മുളച്ച് വരും കേട്ടോ. അപ്പം ഞാൻ ആദ്യം കടലാസിൽ ഇതിൽ നിന്ന് കവറിൽ കിടന്ന് കുറേ വിത്ത് കിട്ടി. അതങ്ങ് നമ്മുടെ നനവുള്ളിടത്ത് ഇട്ടാൽ അത് നന്നായിട്ട് മുളച്ച് വരും. ചുമ്മാ കാട് പോലെ ഉണ്ടാവും കേട്ടോ. ഇതിന് നല്ല നനവ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് കൊണ്ടുവന്നേക്കണേ എനിക്ക് എണ്ണ ഉണ്ടാക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ സാധാരണ ഇതിൻ്റെ എണ്ണയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ ഈ പ്രദേശത്തൊന്നും ഇതില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നത് ാണ്. ഇതൊന്ന് ഇനി എണ്ണയാക്കി നമുക്ക് എങ്ങനെ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നതിൻ്റെ ജസ്റ്റ് ഒരു ക്ഷീണമുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് വാടിയിട്ടുണ്ട്, എന്നാലും ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. വാഷ് ചെയ്തെടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് ആ വെള്ളത്തിൽ അതിൻ്റെ വിത്ത് ഇഷ്ടം മാതിരി കിടക്കുന്നുണ്ട് കേട്ടോ, അതിൽ നിന്നത്. അപ്പോൾ അതും അതിലേ അങ്ങ് വിടുവാണെങ്കിൽ ആ വെള്ളം ചെന്ന് ചാടിനോടത്ത് ഇതങ്ങ് മുളച്ചോളും. നല്ല വെള്ളച്ചനപ്പുള്ള സ്ഥിരം വെള്ളം ചാടിക്കൊണ്ടിരിക്കണയാകുമ്പോൾ അതങ്ങ് മുളച്ച് വന്നോ ഉണ്ടായിക്കോളൂ കേട്ടോ. ഞാനിവിടെ കയ്യുണ്ണി മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, മൈലാഞ്ചി, കരിയാപ്പല്ല, അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ഇല, പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ. ഇതും കൂടെ ഉണക്കിയെടുക്കുവാണെങ്കിൽ നല്ല കേട്ടോ. ഞാനിത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉള്ളവർ ഇതൊക്കെ എടുക്കുക കേട്ടോ. ഈ വേനൽക്കാലത്ത് തലയ്ക്ക് നല്ല തണവ് കിട്ടാനൊക്കെ ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഞാനതെല്ലാം കഴുകി എടുത്തുകൊണ്ട് ഇത് പുറത്തൊന്ന് വന്നിരിക്കേണ്ട. ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. എണ്ണ കാച്ചണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇത് ചെറിയ പീസസ്സായിട്ട് അരിഞ്ഞിട്ട് ഇത് ഫുള്ളായിട്ട് ഒന്ന് ഉണക്കണം. ഇതിൻ്റെ വേരിൽ അല്പം മണ്ണൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ ഞാനത് കളയണം. അല്ലെങ്കിൽ ഇത് സമൂലമായിട്ട് അങ്ങ് എടുത്ത് ഉണക്കിയാൽ മതിയായിരുന്നു. പതിയെ അങ്ങ് അരിഞ്ഞിട്ട് അങ്ങ് ഉണക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേരൊന്ന് കളയുന്നുണ്ട്. പിന്നെ അതിൻ്റെ തണ്ടൊക്കെ ഞാൻ ചെറിയ പീസസ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തണ്ടൊക്കെ ഇത്തിരി ഹാർഡുണ്ട് കേട്ടോ. കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അതെല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ കൂടെ ആ പൂവിൻ്റെ അംശമുണ്ട്, പിന്നെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഇതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കളയണമൊന്നുമില്ല, അത് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തെടുക്കുവാണേ. ഞാൻ ആദ്യം പറഞ്ഞ മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ എടുക്കണവരുണ്ടെങ്കിൽ അതൊന്ന് വേറെ പേപ്പറിലായിട്ടൊന്ന് പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാം, അന്നേരം ഉണക്കാൻ അങ്ങ് ശരിയാവില്ല. നമ്മുടെ ഈ കയ്യുണ്ണിയത്തിൻ്റെ തണ്ടൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് ഉണങ്ങി വരില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് പെട്ടെന്ന് മാറ്റി വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ബാക്കി മൈലാഞ്ചി ഇലയും കരിയാപ്പലയും ഒക്കെ കേട്ടോ. നോർമലി എല്ലാവരും ഇതൊന്ന് ഇടിച്ചിട്ട് ഇത് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് അതിന് നെയ്യിലെടുക്കുക ചെയ്യണം. പിന്നെ എന്തായാലും ഇങ്ങനെ ചെയ്യണത്, അങ്ങനൊരു സംശയം വന്നില്ല എല്ലാവർക്കും. ഞാൻ പറയട്ടെ, ഈ കാച്ചിയ എണ്ണ തേക്കുന്നവർ കണ്ടിന്യൂസ് ആ കാച്ചിയ എണ്ണ തന്നെ തേച്ചില്ലെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ ക്ലിയറായിട്ട് പറയാം. ഇപ്പം നമ്മൾ കാച്ചിയ എണ്ണയെ തേച്ചുകൊണ്ടിരിക്കണമെങ്കിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് കാച്ചാത്ത എണ്ണ തേച്ചാൽ മുടി പെട്ടെന്ന് കൊഴിയുകയും ചെയ്യും.
മുടി നരയ്ക്കാനുള്ള ചാൻസും വരും കേട്ടോ. ഇത്തിരി ഒരു ഏജായ തീരെ കുഞ്ഞു പിള്ളേരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ, ഇത്തിരി 30-40 35 എബോവ് ഒക്കെ ആയാലുള്ള കാര്യമാണ് ഞാൻ പറയണത്. നമുക്ക് എന്നും കാച്ചി എണ്ണയൊന്നും തേക്കുകയോ സാധ്യമല്ല അല്ലേ. ഇത്തിരി ഒരു ചിലപ്പോൾ നമുക്ക് അതിന് ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ മറ്റിടത്തുനിന്ന് വാങ്ങണവരാണെങ്കിൽ അത് ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വരും അല്ലേ. അപ്പം ഞാൻ ചെയ്യണേ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഞാൻ ചെയ്യണേ ഈ ഇല അങ്ങ് നന്നായിട്ട് ഉണക്കും. ഇത് ഇച്ചിരി ഉണങ്ങാനൊരു പാടുള്ള ഇലയാട്ടോ, ബുദ്ധിമുട്ടുണ്ട്. ഒരു കുറച്ച് ദിവസമൊക്കെ വേണം ഇതിൻ്റെ തണ്ടും കൂടെ ആയതുകൊണ്ട്. എന്നിട്ട് മിക്സിയിലിട്ടങ്ങ് നന്നായിട്ട് പൊടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണവരാണെങ്കിലും 2-3 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഉണങ്ങിയിട്ട് മിക്സിയിലിട്ടങ്ങ് പൊടിക്കണം. എന്നിട്ട് ഒരു വലിയ ബോട്ടിൽ നമ്മുടെ നല്ല മില്ലിന്ന് എടുത്ത വെളിച്ചെണ്ണ എടുക്കണം. വേറെ പാക്കറ്റ് വെളിച്ചെണ്ണ അങ്ങനെയൊന്നും എടുക്കരുത് കേട്ടോ. നമ്മൾ ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണ മായമില്ലാന്ന് ഉറപ്പ് വരുത്തിയതായിരിക്കണം. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ പൊടിച്ച പൊടി അങ്ങ് ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒരു മുറത്തിലേക്ക് ജസ്റ്റ് അങ്ങോട്ട് കമത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഫുൾ അങ്ങ് വീഴില്ലേ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മുറത്തിലേക്ക് ഇടും കേട്ടോ. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ അംശം അങ്ങ് കുറഞ്ഞു ഇരിക്കുമല്ലോ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് മുറത്തിൽ നിരത്തി വെച്ചിട്ട് ഇനി വാർക്കപ്പൊക്കത്തിൽ കൊണ്ടുപോയി വെക്കുവാണ് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടോ. എൻ്റെ സംസാരത്തിൽ ഒരു പ്രശ്നക്കാരായിട്ട് വരുന്നുണ്ടല്ലേ, സാരമില്ല, ഒന്ന് ക്ഷമിക്കണേ. വെളിച്ചെണ്ണയിൽ ഞാൻ ഇട്ട് വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരു 15-20 മാക്സിമം ഒരു 30 ദിവസം കേട്ടോ. അന്നേരത്തേക്കും അതിൻ്റെ സത്ത് മൊത്തം ആ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അന്നേരത്തേക്കും അതിൻ്റെ ആ മട്ട് മൊത്തം ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്ത ഇത് മൊത്തം അടിയിൽ ഊറിയിട്ടുണ്ടാവും. ആ ഇലയുടെയൊക്കെ കളറ് നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ തൊട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് തുടങ്ങാം കേട്ടോ. തേക്കണമെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ തലയിൽ വെച്ചിട്ട് 15-20 മിനിറ്റ് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷമാണ് നമ്മൾ കഴുകി കളയാമോളൂ കേട്ടോ. അങ്ങനെ ഒരു ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ വേനൽക്കാലത്തുണ്ടാവുന്ന എല്ലാവിധ മുടികൊഴിച്ചിൽ, താരം പോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻസിലിടണേ. പാത്രം കഴുകാണ്ടില്ല കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് വെള്ളം പാഴാക്കരുതെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ. അമ്മ ഈ പാത്രത്തിൽ വെള്ളം നിറച്ച് പാത്രം കഴിക്കും. ചില സമയത്ത് കുട്ടികൾ നമ്മളുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് പറയണ കേട്ടിട്ടില്ലേ, അത് തന്നെ കേട്ടോ. ഇവിടെ വെള്ളത്തിൻ്റെ അങ്ങനെ വലിയ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സൂക്ഷിക്കാറില്ല കേട്ടോ. അന്നേരമാണ് എഡ്വിൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതൊരു പാഠമാവട്ടെ കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ ഇഷ്ടംമാതിരി ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. ഇപ്പം ഈ നല്ല വേനലായില്ലേ, വെള്ളത്തിന് വേണ്ടി നമ്മുടെ മനുഷ്യരൊക്കെ കൊതിക്കണ സമയം കേട്ടോ. വെള്ളം ഇല്ലാത്ത ഒത്തിരി പ്രദേശങ്ങളുണ്ട്. അതുപോലെ മൃഗങ്ങളെല്ലാം വെള്ളത്തിന് വേണ്ടി ശുദ്ധജലം കിട്ടാൻ വേണ്ടി കൊതിക്കും കേട്ടോ. നമ്മുടെ ടൗണുകളിലൊക്കെ ഒക്കെയുള്ള വിഷയമാണ് അല്ലേ. അപ്പം നമ്മൾ വെള്ളമുള്ളവർ മാക്സിമം സൂക്ഷിച്ച് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് കഴുകുവാണെങ്കിൽ നമ്മൾ ബാക്കി പാത്രം കഴുകണം. വെള്ളം ഏതെങ്കിലും ചെടിക്കോ മരങ്ങൾക്കോ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തണ എന്തെങ്കിലും പച്ചക്കറികൾക്കോ അങ്ങനെ എന്തിനെങ്കിലും കൊണ്ടുപോയി ഒഴിക്കുക അല്ലേ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. വെള്ളം ഒരിക്കലും പാഴാക്കൽ, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ.